Hey guys, what is up? This is Pranay. Today is special because we have a phone which is sent by Vivo. It's none other than the Vivo V19. Okay, first of all, ഒരു പ്ലാസ്റ്റിക് റാപ്പർ ഉണ്ട്. അത് നമുക്ക് റിമൂവ് ചെയ്യണം. ബോക്സിൻ്റെ ടോപ്പ് റൈറ്റ് കോർണറിൽ നമുക്ക് ഫോണിൻ്റെ മെമ്മറിയും റാമും ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. താഴെ V19 ഒരു ബിഗ് സൈസ് ലോഗോ ഉണ്ട്. സൈഡിലൊക്കെ സ്പോൺസർഷിപ്പ് ലോഗോസ് ഒക്കെ കാണാം. പിന്നെ ബാക്കിൽ ഇതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് എല്ലാം സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. സോ ലെറ്റ്സ് ഓപ്പൺ ദ ബോക്സ്. ബോക്സ് തുറന്നു കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടാവും USB Type-C കേബിൾ, പിന്നെ ഒരു പ്ലാസ്റ്റിക് സിലിക്കൺ കേസ് ഉണ്ട്, പിന്നെ കൂടാതെ അതിൻ്റെ ഒരു സിം ഇജക്ടർ ടൂളും ഉണ്ടാവും അതിൻ്റെ കൂടെ, പിന്നെ കുറച്ച് ഡോക്യുമെൻറ്റേഷൻസ്. താഴെ നമുക്ക് ഡിവൈസ് കാണാം. ഡിവൈസ് നമുക്ക് സൈഡിൽ വെക്കാം. അതിൻ്റെ താഴെയായിട്ടൊരു പവർ അഡാപ്റ്റർ ബ്രിക്ക് കാണാം. അതിൻ്റെ അപ്പുറത്ത് 3.5mm ജാക്ക് ഇയർഫോൺസ് ഉണ്ടാവും. ഇനി നമുക്ക് ഡിവൈസ് നോക്കാം. ഡിവൈസ് ഇസ് പ്രൊട്ടക്റ്റഡ് വിത്ത് പ്ലാസ്റ്റിക് കവർ. കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ അതിൻ്റെ ബാക്ക് സൈഡാണ് നമ്മൾ ഏറ്റവും ആദ്യം തന്നെ ശ്രദ്ധിക്കുന്നത്. ബിക്കോസ് ദ ഗ്ലാസ് ഇസ് സോ ഷൈനി. നല്ല ഭംഗിയാണ് അത് കാണാൻ തന്നെ. നല്ല റിഫ്ലക്ഷനും എല്ലാം ഉണ്ട്. ഒരു പ്രീമിയം ഫീൽ തന്നെ തരുന്നൊരു ഫോണാണ് ഇത്. ഒരു 3.5mm ജാക്ക്, പിന്നെ USB Type-C കണക്ടർ, പിന്നെ സ്പീക്കേഴ്സ്. സൈഡിൽ നമുക്ക് കാണാം വോളിയം അപ്പ് ഡൗൺ ബട്ടൺ, പിന്നെ പവർ ബട്ടൺ, പിന്നെ സിം ട്രേ. ലെറ്റ്സ് പവർ ഓൺ ദ ഡിവൈസ്. വി ആർ ഗ്രീറ്റഡ് വിത്ത് എ ഫൺ ടച്ച് OS വെൽക്കം സ്ക്രീൻ. സോ നമുക്ക് ക്വിക്ക്ലി നമുക്ക് ഈ സെറ്റപ്പ് ഫിനിഷ് ചെയ്യാം. Okay, first time നമ്മൾ ബൂട്ടപ്പ് ചെയ്യുമ്പോൾ തന്നെ the phone is really smooth, simple and easy to use skin ആണ്. നമ്മൾ ഫസ്റ്റ് തന്നെ നോട്ടീസ് ചെയ്യുന്നത് 90 Hz അല്ല, ബട്ട് സ്റ്റിൽ the display is pretty smooth and it's also very bright. I'll explain the specifications of the phone. Hey guys, എൻ്റെ കയ്യിൽ കിട്ടിയത് ഒരു മിസ്റ്റിക് ബ്ലാക്ക് എന്ന് പറഞ്ഞൊരു കളറാണ്, which is pretty good to look at. ഈ ഫോണിന്റെ ഡിസൈനിനെ പറ്റി പറയുകയാണെങ്കിൽ the phone is lightweight. ഒരു പ്രീമിയം ലുക്കാണ് ബാക്കിൽ നിന്ന് കാണുമ്പോൾ തന്നെ, because it has a glass back. പിന്നെ ഇതിന്റെ ഡിസ്പ്ലേനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു 6.4 inch 2400 by 1080 pixels ഒരു സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ വരുന്നത്, which is pretty vibrant and sharp. Peak brightness ആണെങ്കിൽ 800 nits ആണ്, which means that broad daylight പോലും നമുക്ക് സ്ക്രീനിലുള്ളത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഈ സ്ക്രീൻ HDR10 സപ്പോർട്ട് ചെയ്യുന്നതാണ്. So let's talk about the performance now. So this phone is powered by a 2.3 GHz Snapdragon 712 chipset with 8GB of RAM, memory of 256GB. It is also expandable up to 512GB. പിന്നെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇത് Wi-Fi 5 സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഒരു ട്രിപ്പിൾ സിം സ്ലോട്ട് ആണ് ഇതിലുള്ളത്, which means that you can use 2 4G sims plus an expandable memory card at the same time. വേറൊരു ഫീച്ചർ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ്. വിവോയാണ് ആദ്യം ഫോണുകൾക്ക് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ കൊണ്ടുവന്നത്. This phone also has an in-display fingerprint scanner, which is pretty fast. പിന്നെ സോഫ്റ്റ്വെയറിനെ പറ്റി പറയുകയാണെങ്കിൽ this phone is powered by Android 10, which uses the Fun Touch OS 10. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഗെയിമിംഗ് കാര്യങ്ങളൊക്കെ ഇതിൽ നടക്കും, because it has a good cooling system in it. Vivo calls it the copper tube liquid cooling technology. Actually ഞാൻ ടെസ്റ്റ് ചെയ്തു, ഹീറ്റിംഗ് ഇഷ്യൂസ് ഒന്നും ഇതുവരെ എനിക്ക് ഉണ്ടായിട്ടില്ല. PUBG ആണെങ്കിലും വേറെ എന്ത് ഗെയിംസ് കളിക്കുകയാണെങ്കിലും ഹീറ്റിംഗ് ഇഷ്യൂസ് ഉണ്ടായിട്ടില്ല. Vivo claims that the copper liquid cooling cools down the phone by around 3 to 7 degrees while gaming. പിന്നെ ബാറ്ററിയെ പറ്റി പറയുകയാണെങ്കിൽ this phone has 4500 mAh battery which can charge from 0 to 70 in just under 40 minutes with the flash charge 33-watt power adapter brick from Vivo. Okay, ഇനി ഇതിന്റെ മെയിൻ പാർട്ട് ക്യാമറയെ പറ്റി പറയാം. This phone has 6 cameras, 2 in the front and 4 behind. ഇതിന്റെ മെയിൻ സെൻസർ ആണെങ്കിൽ 48 megapixel ആണ്, which is pretty damn sharp. പിന്നെ സെക്കൻഡറി ആയിട്ട് ഒരു 8 megapixelന്റെ അൾട്രാ വൈഡ് ക്യാമറ അവൈലബിൾ ആണ്. പിന്നെ ഒരു 2MP മാക്രോ ക്യാമറ, ലാസ്റ്റ് ആയിട്ട് ഒരു 2MP ബോക്കെ ക്യാമറ which is used for taking this portrait shot. പിന്നെ ഫ്രണ്ട് ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ ഒരു 32 megapixelന്റെ മെയിൻ ഫ്രണ്ട് ക്യാമറയും ഉണ്ട്. കൂടാതെ ഒരു സെക്കൻഡറി ഫ്രണ്ട് ക്യാമറ ആയിട്ട് ഒരു 8 megapixelന്റെ അൾട്രാ വൈഡ് ക്യാമറയും ഫ്രണ്ടിലുണ്ട്. ആക്ച്വലി ദിസ് ഫോൺ ഒരു ഫോട്ടോഗ്രാഫി ഓറിയന്റഡ് ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഫോണാണ്, ബിക്കോസ് ഇറ്റ് ഹാസ് സോ മെനി ഫോട്ടോഗ്രാഫി മോഡ്സ് ലൈക്ക് സൂപ്പർ നൈറ്റ് മോഡ് സെൽഫി, അറോറ സ്ക്രീൻ ലൈറ്റ് വിച്ച് യൂസസ് എ റിംഗ് ലൈറ്റ് എഫക്ട്. പിന്നെ അത് കൂടാതെ ഒരുപാട് പോസ്റ്റ് മേക്കർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. പോസസ് കാണിച്ചു തരും, ഒരു സിലുവേറ്റ് പോലെ കാണിച്ചു തരും. നമുക്കപ്പോൾ അതേപോലെ പോസ്റ്റ് ചെയ്തൊന്ന് ഫോട്ടോ എടുക്കാം. ആക്ച്വലി ഇൻസ്റ്റാഗ്രാമേഴ്സിനൊക്കെ പറ്റിയ ഒരു ഫോണാണ്. വീഡിയോ സ്പെക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ദിസ് ക്യാം സപ്പോർട്ട്സ് 4K recording at 30 frames per second, Full HD at 60 and 30 frames per second. പിന്നെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള 720p at 60 and 30 frames per second അവൈലബിൾ. പിന്നെ വീഡിയോനെ പറ്റി പറയുമ്പോൾ ഇതിന്റെ സ്റ്റെബിലിറ്റിനെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല, because it has a super stable mode which electronically അത് സ്റ്റേബിലൈസ് ചെയ്യും. ബട്ട് Vivo has done a really good job in that. ഇനി ഇതിന്റെ മെയിൻ ഫീച്ചർ ആയിട്ടുള്ള ക്യാമറയെ നമുക്ക് ടെസ്റ്റ് ചെയ്യാം. നെക്സ്റ്റ് is going to be the camera test.
So if you're a selfie taker and you prefer RAM and storage and you're willing to sacrifice a bit of performance for that, then I think this phone has the hardware to back you up. So if you like this video, then smash the like button. If you're new to my channel, consider subscribing, hit the notification bell. So I'll see you guys again in another video with another cool device. So stay tuned and be safe. Goodbye.